ഹായ്, ഞാൻ സുജിത രതീഷ്. എല്ലാവരും വീട്ടിൽ സേഫായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു നാടൻ കറിയാണ്. ഇതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് ചെറുപയർ ഒരു 4 മണിക്കൂർ നല്ല വെള്ളത്തിൽ, തണുത്ത വെള്ളത്തിൽ കുതിർത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ഡബിളായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 2 പച്ചക്കായ തൊലി കളഞ്ഞത് ചേർത്ത് കൊടുക്കാം. പച്ചക്കായ എന്ന് പറഞ്ഞാൽ അറിയില്ലേ, നമ്മുടെ വാഴയ്ക്ക 2 എണ്ണം. അതിൻ്റെ മേലെ തൊലി നല്ല ഡീപ്പായിട്ട് തൊലി കളഞ്ഞിട്ടില്ല, മേലെ ഭാഗത്തെ തൊലി മാത്രം ഒന്ന് ജസ്റ്റ് വലിച്ചെടുത്തിട്ട് ഒരു ഇടത്തരം കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുള്ളതാണിത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 2-2.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് പ്രഷർ കുക്കറിൽ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. നിങ്ങളുടെ വീട്ടിലാണെങ്കിൽ പ്രഷർ കുക്കറിൽ വേവിക്കണമെന്നൊന്നുമില്ല, നല്ല അടുപ്പത്ത് വേവിച്ചാൽ രുചി ഒന്നുകൂടെ കൂടും. നമ്മളിവിടെ ഗ്യാസ് ലാഭിക്കാൻ വേണ്ടി പ്രഷർ കുക്കറിൽ കുക്ക് ചെയ്യാണ്. അപ്പം നമുക്കൊരു 2.5 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഓക്കെ, പുഴുക്കെന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു സെമി ഗ്രേവി കൺസിസ്റ്റൻസി ആയിരിക്കണം. അത് വല്ലാതെ ഡ്രൈ ആയി പോകരുത്, തോരൻ പോലെ ആയി പോകരുത്, കുറച്ചൊന്ന് കുഴഞ്ഞിരിക്കണം. അപ്പം നമുക്കൊരു 2 ഗ്ലാസ് വെള്ളം 2.5 ഗ്ലാസ് വെള്ളം ആവശ്യമായിട്ട് വരും. അപ്പോൾ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു 3 വിസിൽ അത്ര മതി. ചെറുപയർ കുക്കാവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കാം. ഇതിനായിട്ട് ഞാനിവിടെ ഒരു അരമുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്, അതായത് ഒരു തേങ്ങയുടെ പകുതി. പിന്നെ ഒരു 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇത് നല്ല എരിവുള്ള പച്ചമുളകാണ്. നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളക് കൂടുതലോ കുറവോ ചേർക്കാം. എപ്പോഴും കുറച്ച് എരിവുള്ളതാണ് പുഴുക്കിന് ഒരു ടേസ്റ്റ് കൊടുക്കുക. ഇതിൻ്റെ കൂടെ നമ്മൾ ഒരു 2-3 ഇല കറിവേപ്പിലയും ഒരു 4-5 അല്ലി ചെറിയ ഉള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എന്നിവയും ചേർക്കുന്നുണ്ട്. ഇഞ്ചി ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. തേങ്ങ ഞാൻ നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. വല്ലാതെ അരയും വേണ്ട, എന്നാൽ തീരെ അരയാതിരിക്കുകയും ചെയ്യരുത്, ആ പരുവത്ത് ചതച്ചെടുക്കും. അപ്പോൾ ഇതാ നമ്മുടെ ചെറുപയറും വാഴയ്ക്കയും നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഒരു 4-5 വിസിൽ വേവിച്ചത്. പിന്നെ പ്രഷർ നാച്ചുറലി പോയതാണ്. ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വല്ലാതെ ഉടയ്ക്കണ്ട, ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ ഞാൻ ഈ ചെറുപയറിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ തീയിലൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യണം. ഒരു 2 മിനിറ്റ് കുക്ക് ചെയ്താൽ മതി. ഈ തേങ്ങയിലേക്ക് ആവി ഒന്ന് വരണം. നന്നായിട്ട് സ്റ്റീം വന്നതിന് ശേഷം നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. പ്രഷർ കുക്കറിൻ്റെ ലിഡ് കൊണ്ട് തന്നെ അടച്ച് വെച്ചാൽ മതി കേട്ടോ. വെയിറ്റ് ഇടുകയോ നന്നായിട്ട് ടൈറ്റായിട്ട് അടയ്ക്കുകയോ ഒന്നും വേണ്ട. അപ്പോൾ ഇതാ ചെറുപയറിൽ നന്നായിട്ട് സ്റ്റീം വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പ് പാകത്തിനുണ്ടോ നോക്കിയിട്ട് ആവശ്യമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം. നമ്മൾ ചെറുപയർ വേവിക്കുന്ന സമയത്തും തേങ്ങ ഇടുമ്പോഴും കുറച്ച് ഉപ്പ് ഇട്ടിട്ടിരുന്നു. അപ്പോൾ ആവശ്യത്തിന് ഉണ്ടാവുമായിരിക്കും, എന്നാലും ഒന്ന് നോക്കാം, ഇല്ലെങ്കിൽ ഇട്ട് കൊടുത്തോളൂ. അപ്പം നമ്മുടെ ചെറുപയർ പുഴുക്ക് റെഡിയായി. ഇനി ഇതിലൊരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതുപോലെ ഒരു 2-3 കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അടച്ച് വെക്കാം. അതല്ല നിങ്ങൾക്ക് കടുക് പൊട്ടിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം, ഞാൻ സാധാരണ ചെയ്യാറില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചെറുപയർ പുഴുക്കിൻ്റെ ജോലി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വല്ലപ്പോഴൊക്കെ ഒരു നാടൻ രുചി കഴിക്കുന്ന ഒരു രസമല്ലേ. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്, നമുക്കിത് ഇഷ്ടമാണ്. അപ്പം വീണ്ടും അടുത്ത റെസിപ്പി ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.